ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ദുബായ് വരെ ഒന്ന് പോവാണ്, ചുമ്മാ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് നാളായി പോയിട്ട്. നമ്മൾ ഈദിൻ്റെ ഹോളിഡേയ്സിലാണ് പോയത്. പിന്നെ അവിടെ മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വൈകിട്ടൊരു 7 മണിയായി. കണ്ടു കഴിഞ്ഞാൽ 7 മണി എന്ന് പറയത്തില്ല, പക്ഷേ 7 മണിയായി. വൈകിട്ട് പോകാൻ കാരണം ഭയങ്കര ചൂടാണ്, ഇവിടെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ചൂടടിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ചേട്ടാ നമ്മുടെ ഈ പുരയിടത്തിലൊക്കെ, ഞാൻ ചേട്ടനോട് പറഞ്ഞ ഈ പുരയിടത്തിലൊക്കെ കരിയില കൂട്ടിയിട്ട് തീ കത്തിക്കുമല്ലോ വലുതായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടടിക്കും ഇങ്ങനെ. ആ ചൂട് എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞ ഒരു ദിവസം. അതുപോലെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ AC ഒന്നും ഇടാത്ത ഒരാളാണ്. രാത്രി മാത്രമേ ഞങ്ങൾ AC ഇടത്തുള്ളൂ ഞാനുള്ളപ്പം. അല്ലെങ്കിൽ അച്ഛനും മോനും ഭയങ്കര എപ്പോഴും തണുപ്പിച്ചിട്ടേക്കുന്ന വീട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാനങ്ങനെ AC ഇടാറേയില്ല. പക്ഷേ ഞാനിപ്പോൾ AC ഇട്ട് നിൽക്കുന്നത്, അതുപോലത്തെ ചൂടാണ്, സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തത് കേട്ടോ. ചൂടത്ത് പോയ ആദിക്കുട്ടനും കൂടെ ഭയങ്കര ടയേർഡായി പോകും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിറങ്ങി പതുക്കെ താഴത്തെ കടയിൽ വന്നിട്ട് ചായയും സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ചായ ഇങ്ങനെ, ചേട്ടൻ നേരത്തെ ചായ കുടിക്കാറില്ലായിരുന്നു, ഞാനും ഇപ്പോൾ ചായ കുടിയൊക്കെ വളരെ കൺട്രോൾ ചെയ്തു. അഥവാ വല്ലപ്പോഴും തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും തീരെ ഉഷാറില്ലാത്തൊരവസ്ഥയൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ചായ കുടിക്കത്തുള്ളൂ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പം ലോങ് പോവുകയാണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കും കേട്ടോ. അങ്ങനെ ചായയൊക്കെ വാങ്ങിച്ചു. ആദിക്കൂട്ടനും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മളങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. ആദിക്ക് കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞു, പക്ഷേ കപ്പ് കേക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ക്രോസൻ വാങ്ങിച്ചു കൊടുത്തു. ആദിക്ക് ഇങ്ങനത്തെ ഈ കിടുപിടി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറും കൂട്ടാനും ഒഴിച്ച് ബാക്കി എല്ലാം അവൻ കഴിക്കും. എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെയെന്ന്. ഞാൻ പല രീതിയിലും കൊടുത്തു നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും ചോറും കൂട്ടാനും ഇഷ്ടമേ അല്ല കഴിക്കാൻ. ബാക്കിയുള്ള എന്തൊക്കെ കഴിക്കാവോ അതെല്ലാം കഴിക്കും. ബർഗർ, പിസ്സ, KFC, പിന്നെ ഡോണറ്റ്സ്, എന്തൊക്കെ കഴിയും. ഇന്നലെ നഗറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ ഇവനെന്ന്. ചോറും കൂട്ടനും കഴിക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വേണ്ടേ. അവൻ്റെ നെഗറ്റീവ് അതായിരിക്കും. ബാക്കി ഒരു കാര്യത്തിനും എനിക്ക് അവനെ കൊണ്ട് ശല്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ക്യുസൈസിലെത്തി. ലെവാൻഡിഷ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഷാർജയിൽ വന്നു. അവിടുന്ന് നമ്മൾ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ്, അവർ സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ വന്നിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കൂടിയിട്ടൊന്ന് ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ഇന്നടത്തോട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല. ഇതെന്തോ ഒരു അറബിക് ഡിഷാട്ടോ, പേരെന്നാളൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിസ്സ പോലിരിക്കും. ആദ്യക്കൂട്ടിനെ പിസ്സയാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചാട്ടോ കഴിപ്പിച്ച. പാവത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് സന്തോഷമായി. പിന്നെ നമ്മളൊരു മിക്സ് ഗ്രില്ലാണ് വാങ്ങിച്ചത്. ഒരു ലെബനൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഒത്തൻറ്റിക് ടേസ്റ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കനാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. ഞാൻ മട്ടനും ബീഫും ഒക്കെ മട്ടൻ ഞാൻ കഴിക്കാറേ ഇല്ല. ബീഫും ഞാനിപ്പോൾ വല്ലപ്പോഴൊക്കെ കഴിക്കത്തുള്ളൂ. മോശമാണിപ്പം ബീഫ് കഴിപ്പ്. അങ്ങനെ നമ്മൾ പതുക്കെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലോട്ടാണ് കേട്ടോ. അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത ഫ്രണ്ട് അവിടെ ആണുള്ളത്. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ട്രാവൽസ് ഉള്ള ചേട്ടൻ കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് പോയപ്പം ഈ ട്രാവൽസിൻ്റെ ഇനോഗ്രേഷനായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ഒന്നും ആയിരുന്നില്ല അന്ന് നമ്മൾ കാണിച്ചപ്പോൾ. ഇപ്പോൾ ഫുള്ളി ഫർണിഷ്ഡൊക്കെ ആക്കി നമ്മുടെ വേൾഡ് മാപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു അവിടെ നടന്നത്. അവസാനമായപ്പോൾ ചേട്ടൻ പറഞ്ഞു മതി ഇറങ്ങ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ഇറക്കി. ചേട്ടൻ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തോ ഓർഡർ ചെയ്തു കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ വയറൊക്കെ നിറച്ച് കഴിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും ഓരോ ഡ്രിങ്ക്സൊക്കെ കുടിച്ചതേ ഉള്ളൂ, ജ്യൂസൊക്കെ കുടിച്ചതേ ഉള്ളൂ, മിൽക്ക് ഷേക്കോ. പിന്നെ ആദ്യക്കൂട്ടിനാണെങ്കിൽ ഫലൂഡ വാങ്ങിച്ചു കേട്ടോ. ആദ്യക്കൂട്ടിന് ഫലൂഡയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. ആ ചേട്ടൻ എന്തോ കാര്യമായിട്ട് അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കുന്ന കാര്യത്തിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മോശമെന്നറിയാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മളെല്ലാവരോടും നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പതുക്കെ
തിരിച്ച് ഗോർഫക്കാനിലേക്ക് വന്നു. ബായ്.